ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ 5ാമത്തെ മൊഡ്യൂൾ, ഏറ്റവും പ്രധാനപ്പെട്ട മൊഡ്യൂളാണിത്. ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മൊഡ്യൂൾ കൂടെയാണ്. ബഡ്ജറ്ററി കൺട്രോളും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. പക്ഷേ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ ചോദിക്കാറുണ്ട്. അതോടൊപ്പം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മുഴുവൻ ക്ലാസ്സും കോസ്റ്റ് അക്കൗണ്ടിങ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് കേൾക്കാവുന്നതാണ്. നോട്ട്സ് ടെലഗ്രാമിലും അവൈലബിൾ ആണ്. ആദ്യത്തെ 4 മൊഡ്യൂളിൻ്റെ 5ാമത്തെ മൊഡ്യൂൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ ബഡ്ജറ്റ് എന്താണെന്ന് പഠിച്ചു വെക്കണം. എ ഫിനാൻഷ്യൽ പ്ലാൻ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ഫോർ എ പീരീഡ് ഈസ് കോൾഡ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്കുള്ള ഒരു സമയത്തേക്ക് ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പ്ലാൻ മുൻകൂട്ടി തീരുമാനിക്കുന്നു. അതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റിംഗ്, എ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് ഈസ് കോൾഡ് ബഡ്ജറ്റിംഗ്. ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുകയും അത് നടപ്പിലാക്കുകയും അതിനനുസരിച്ച് സ്ഥാപനത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബഡ്ജറ്ററി കൺട്രോൾ. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് യൂസിങ് ബഡ്ജറ്റ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് പ്ലാൻ നടത്താൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഈ 3 ടേമും നന്നായിട്ട് പഠിച്ചു വെക്കണം. ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്ററി കൺട്രോളും സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ബഡ്ജറ്ററി കൺട്രോളും. 6 മാർക്കിനും അതുപോലെ തന്നെ സ്റ്റെപ്സ് ഒക്കെ എസ്സേ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഈ പോയിന്റ്സ് പഠിച്ചു വെക്കുക. നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം, പോയിന്റ്സ് മാത്രം എക്സാമിന് എഴുതരുത്. മാർക്കിനനുസരിച്ച് 6 മാർക്കും 10 മാർക്കും ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് എഴുതണം. പോയിന്റ് ഇതാണ്, ഈ പോയിന്റാണ് ആൻസർ ഷീറ്റിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ അതോടൊപ്പം അതിനെന്തെങ്കിലും ചില എക്സ്പ്ലനേഷൻസ്, ഒരു 3 or 4 ലൈൻ എക്സ്പ്ലനേഷൻ കൂടെ നിങ്ങൾ കൊടുക്കണം. എന്തൊക്കെയാണ് ബഡ്ജറ്ററി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ടു കൺട്രോൾ ആക്ടിവിറ്റീസ്, ഇവാലുവേറ്റ് പെർഫോമൻസ് ഓഫ് മാനേജേഴ്സ്, മോട്ടിവേറ്റ് മാനേജേഴ്സ്, എലിമിനേറ്റ് വേസ്റ്റ്. കൃത്യമായ ഒരു ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ വേസ്റ്റ് എല്ലാം എലിമിനേറ്റ് ആവും. അതുപോലെ തന്നെ ആനുവൽ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാനുള്ള ഒരു ടൂളാണ്. ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് കൃത്യമായ ബഡ്ജറ്ററി കൺട്രോളിലൂടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും, പ്ലാൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ബഡ്ജറ്ററി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി സ്റ്റെപ്സ് ആണ്. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം. ആദ്യം ഓർഗനൈസേഷണൽ ഗോൾ സെറ്റ് ചെയ്യും. അതിനുശേഷം ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യും. 3ാം ഘട്ടത്തിൽ ആ പ്ലാൻസിനെ ബഡ്ജറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. അതിനുശേഷം എക്സിക്യൂട്ടീവ്സിന് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആക്ച്വൽ പെർഫോമൻസ് റെക്കോർഡ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ആക്ച്വൽ പെർഫോമൻസും അതുപോലെ തന്നെ ബഡ്ജറ്റഡ് പെർഫോമൻസും കൃത്യമായി കമ്പാരിസൺ നടത്തും. ആ കമ്പാരിസൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വ്യത്യാസം കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി നോട്ട് ചെയ്യും, ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനുശേഷം ആ ഡീവിയേഷന് വേണ്ടിയിട്ട് അറ്റൻഷൻ കൊടുക്കും. അതായത് എന്ത് കാരണം കൊണ്ടാണ് ആ ഡീവിയേഷൻ ഉണ്ടായത് എന്ന്. അതിനുശേഷം ആ ഒരു ഇൻഫർമേഷൻ മാനേജ്മെൻറ്റിന് പ്രസൻറ്റ് ചെയ്യുന്നു. മാനേജ്മെൻറ്റ് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നു. വീണ്ടും ആ ബഡ്ജറ്റ് റിവൈസ് ചെയ്യുന്നു. ഇതാണ് ബഡ്ജറ്ററി കൺട്രോളിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി എസെൻഷ്യൽസ് ഓഫ് എ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം. ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എസെൻഷ്യൽസ് ഈ പോയിൻ്റാണ് ഓർത്ത് വെക്കേണ്ടത്. ടോപ്പ് മാനേജ്മെൻറ്റ് സപ്പോർട്ട്, ഫോർമൽ ഓർഗനൈസേഷൻ, ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ആയിരിക്കണം, ബഡ്ജറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം, ആഡിക്വേറ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഫോളോ ചെയ്യണം, പീരിയോഡിക് റിപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എസെൻഷ്യൽസ്. അപ്പോൾ ബഡ്ജറ്ററി കൺട്രോൾ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, സ്റ്റെപ്സ്, എസെൻഷ്യൽസ്, ഇതെല്ലാം മാറി മാറി തിയറി ചോദിക്കുന്ന ഏരിയ ആണ്. അടുത്തൊരു ടേമാണ് ബഡ്ജറ്റ് മാനുവൽ. ഇറ്റ് ഈസ് എ റിട്ടൺ ഡോക്യുമെൻറ്റ് വിച്ച് ഗൈഡ്സ് ദി എക്സിക്യൂട്ടീവ്സ് ഇൻ പ്രിപ്പയറിംഗ് വാരിയസ് ബഡ്ജറ്റ്. ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിവിധ തരത്തിലുള്ള ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ്സിനെ ഗൈഡ് ചെയ്യുന്ന ഒരു റിട്ടൺ ഡോക്യുമെൻറ്റിനെയാണ് ബഡ്ജറ്റ് മാനുവൽ എന്ന് പറയുന്നത്.
അടുത്തത് ബഡ്ജറ്റ് പീരീഡ്. പ്രത്യേകം പറയേണ്ടതില്ല. എ പീരീഡ് ഫോർ വിച്ച് എ ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് എംപ്ലോയിഡ് ഈസ് കോൾഡ് ബഡ്ജറ്റ് പീരീഡ്. ഏത് വർഷത്തേക്കാണോ നമ്മളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അത് നടപ്പിലാക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ ഇയറിനെയാണ് ബഡ്ജറ്റ് പീരീഡ് എന്ന് പറയുന്ന ആ ഒരു കാലയളവ് ബഡ്ജറ്റിൻ്റെ. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഷോർട്ട് എസ്സേ ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റ്. ഈ ടോപ്പിക് എല്ലാവരും നോക്കിപ്പോണം. കാരണം ഇതിലെ ഓരോ ക്ലാസിഫിക്കേഷനും സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കും. അതായത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്താണ്, ഫിക്സഡ് ബഡ്ജറ്റ് എന്താണെന്നൊക്കെ ഉള്ളത് സെപ്പറേറ്റ് ആയിട്ടും കൂടെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ആദ്യത്തത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടൈം. സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഡ്ജറ്റിനെ ലോങ് ടേം, ഷോർട്ട് ടേം, കറണ്ട് ഇങ്ങനെ 3 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേതാണ് ലോങ് ടേം ബഡ്ജറ്റ്. 5 മുതൽ 10 വരെയുള്ള വർഷത്തേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ബഡ്ജറ്റിനെയാണ് ലോങ് ടേം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഷോർട്ട് ടേം ബഡ്ജറ്റ്. ഷോർട്ട് ടേം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 1-2 വർഷത്തേക്ക് വേണ്ടി തയ്യാറാക്കുന്ന ബഡ്ജറ്റിനെ, ഉദാഹരണത്തിന് ക്യാഷ് ബഡ്ജറ്റ്, മെറ്റീരിയൽ ബഡ്ജറ്റ്, ഇതൊക്കെയാണ്. കറണ്ട് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നിലവിലൊരാവശ്യത്തിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിനെയാണ് കറണ്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ബഡ്ജറ്റ്. അത് 1-2 മാസം മാത്രമേ വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ഫ്ലെക്സിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ബഡ്ജറ്റിനെ ഫിക്സഡ് ബഡ്ജറ്റ് എന്നും ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്നും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം. ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് ബഡ്ജറ്റിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബഡ്ജറ്റിനെയാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതായത് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തുക, അതായത് കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ബഡ്ജറ്റിനെയാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും വരുത്താൻ സാധിക്കാത്ത ബഡ്ജറ്റ്. ഇനി നമുക്ക് ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ മാസ്റ്റർ ബഡ്ജറ്റ് എന്നും ഫങ്ഷണൽ ബഡ്ജറ്റ് എന്നും ഡിവൈഡ് ചെയ്യാം. മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സമ്മറി ഓഫ് ഓൾ ബഡ്ജറ്റ്, എല്ലാ ബഡ്ജറ്റിൻ്റെയും ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു സമ്മറിയാണ്. സെയിൽസിൻ്റെയും പ്രൊഡക്ഷൻ്റെയും പർച്ചേസ്, ഫിനാൻസ്, ലേബർ ഇവയെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സമ്മറിയെയാണ് നമ്മൾ മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ ബഡ്ജറ്റാണ് അല്ലേ അടുത്തത്. ഫങ്ഷണൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിനെയാണ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. സെയിൽസ് ബഡ്ജറ്റ്. സെയിൽസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അടുത്ത വർഷം എത്ര രൂപയുടെ സെയിൽസ് നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ കമ്പനിയിൽ നടക്കണമെന്ന് മുൻകൂട്ടി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ആ ഒരു ബഡ്ജറ്റിനെയാണ് സെയിൽസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അടുത്തത് പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വരാനിരിക്കുന്ന വർഷം എത്ര യൂണിറ്റ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റാണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. ഇനി മെറ്റീരിയൽ ബഡ്ജറ്റ്. മെറ്റീരിയൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എത്ര മെറ്റീരിയൽസ് നമ്മുടെ സ്ഥാപനത്തിൽ കീപ്പ് ചെയ്യണം, എത്ര മെറ്റീരിയൽ വാങ്ങിക്കണം, എത്ര ഇൻപുട്ട് സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കണം, ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കുന്ന ബഡ്ജറ്റിനെയാണ് മെറ്റീരിയൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അടുത്തത് പർച്ചേസ് ബഡ്ജറ്റ്. പർച്ചേസ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യേണ്ടത്, എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം, ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ബഡ്ജറ്റിനെയാണ് പർച്ചേസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ക്യാഷ് ബഡ്ജറ്റ്. ക്യാഷ് ബഡ്ജറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും, എത്രത്തോളം ക്യാഷ് സ്ഥാപനത്തിലേക്ക് വന്നിട്ടുണ്ട്, എത്ര ക്യാഷ് സ്ഥാപനത്തിൽ നിന്ന് പോവാൻ സാധ്യതയുണ്ട്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് തയ്യാറാക്കുന്ന ബഡ്ജറ്റിനെയാണ് ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ടേമാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ZBB എന്നും കൂടെ പറയാറുണ്ട്. ഇറ്റ് ഈസ് എ റീസെൻറ്റ് ട്രെൻഡ് ഇൻ ബഡ്ജറ്റിംഗ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം സീറോ ബേസ്. അതായത് ഒരു പ്രീവിയസ് ഇയർ റെഫർ ചെയ്യാതെ ബേസ് ആയിട്ട് സീറോ എടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിനെയാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പർട്ടിക്കുലർ യൂസ്ഡ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, സർവീസസ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ബഡ്ജറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങും ZBBയുമാണ്. ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ട്രഡീഷണൽ ബഡ്ജറ്റ് പ്രീവിയസ് ഇയറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, പക്ഷേ ZBB നമ്മൾ പറഞ്ഞു ബേസ് ചെയ്യുന്നത് സീറോ ബേസ് ആണ്. ട്രഡീഷണൽ ബഡ്ജറ്റ് മണിയാണ് ഫോക്കസ് ചെയ്യുന്നത്, ZBBയുടെ ഫോക്കസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ആണ്. ട്രഡീഷണൽ ബഡ്ജറ്റ് നമ്മൾ വർഷാവർഷം പ്രിപ്പയർ ചെയ്യും, ആനുവലി പ്രിപ്പയർ ചെയ്യും. പക്ഷേ ZBB 5 വർഷത്തിലൊരിക്കലൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാറ്.
ഇനി ഫ്ലെക്സിബിൾ ബഡ്ജറ്റും ഫിക്സഡ് ബഡ്ജറ്റും തമ്മിലുള്ള ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് വായിച്ച് പോവുക. അതിൻ്റെയൊക്കെ മീനിങ് ആണ് ചോദിക്കാറ്. ഡിഫറൻസ് അങ്ങനെ ചോദിച്ച് കാണാറില്ല. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഇതെന്തായാലും പഠിച്ചു വെക്കണം. മീനിങ് ചോദിക്കാറുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് എ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ഫോർ ഇവാലുവേറ്റിംഗ് ദി ആക്ച്വൽ പെർഫോമൻസ്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പ്രീ ഡിറ്റർമൈൻ ചെയ്തു വെക്കുന്ന ഒരു കോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വൽ പെർഫോമൻസ്, യഥാർത്ഥത്തിൽ എത്രയാണ് ആക്ച്വൽ പെർഫോമൻസ് എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിട്ടുള്ള കോസ്റ്റിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നു. ഇനി കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് EDP ബാങ്കിങ്ങിലെല്ലാം തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. ചിലപ്പോൾ ഇതേപോലെ തന്നെ കോസ്റ്റിങ്ങിലും തിയറിയൊക്കെ റിപ്പീറ്റ് ചെയ്യും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു 3-4 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി പോവുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബഡ്ജറ്ററി കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫോമൻസസിൻ്റെ ബേസിലാണ്. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്? ഒരു ടെക്നിക്കൽ എസ്റ്റിമേറ്റ് ആണ് നടത്തുന്നത്. ബഡ്ജറ്ററി കൺട്രോൾ മിനിമം ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒരു ടാർഗറ്റ് ആണ് ഫിക്സ് ചെയ്യുന്നത്. പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ ബഡ്ജറ്ററി കോസ്റ്റിങ്ങിൽ ആവശ്യമില്ല. എന്നാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ അത് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് പ്രോഡക്റ്റ് റിക്വയർഡ് ആണ്. ബഡ്ജറ്റിൽ ഇൻകവും എക്സ്പെൻഡിച്ചറും കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എക്സ്പെൻഡിച്ചറിൻ്റെ ബേസിസിലാണ്. അതുപോലെ തന്നെ ബഡ്ജറ്ററി കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊജക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട്, ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രൊജക്ഷനാണ്. എന്നാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒരു പ്രൊജക്ഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ആണ്. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കോസ്റ്റിങ്ങിലെ എന്ത് ചോദിച്ചാലും നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കൺട്രോൾ, മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നു, കോർഡിനേഷൻ, ഇൻവെൻറ്ററി വാല്യുവേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പല ടേമുകളുടെയും അഡ്വാൻറ്റേജ് ചോദിച്ചാൽ എഴുതാൻ സാധിക്കുന്നതാണ്. അല്ലാതെ നിങ്ങളെല്ലാം കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കൊന്നും വേണ്ട. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ആക്യുറേറ്റ് കോസ്റ്റ് സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സ്മോൾ ഇൻഡസ്ട്രീസിന് ഇതൊരു കോസ്റ്റ്ലി ആയ പ്രക്രിയയാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യേണ്ടി വരും. അതും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രക്രിയയാണ്. അതുപോലെ തന്നെ ഇതൊരു പ്രാവശ്യം ഫെയിലിയർ ആയ മാനേജ്മെൻറ്റിന് ഇതിൽ വലിയൊരു താല്പര്യം ഉണ്ടായിരിക്കില്ല. അതുപോലെ സ്റ്റാൻഡേർഡൈസേഷൻ നടത്താൻ സാധിക്കാത്ത പ്രോഡക്ട്സിനൊന്നും ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സ്യൂട്ടബിൾ അല്ല. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്സ്. അപ്പോൾ ഈ ഒരു 6 പോയിന്റ് ഓർത്ത് വെക്കുക. ആദ്യം കോസ്റ്റ് സെൻറ്റർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുക, അക്കൗണ്ട്സ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ നടത്തുക, സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ആക്ച്വൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നീട് കമ്പാരിസൺ നടത്തുക, സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും കമ്പാരിസൺ നടത്തുക, അനാലിസിസ് ഓഫ് വേരിയൻസ് നടത്തുക, ആ വേരിയൻസ് റിപ്പോർട്ട് ചെയ്യുക. അടുത്തതാണ് വാരിയൻസ് എന്താണ്? ഇതും ചോദിക്കാറുണ്ട്. വാരിയൻസ് അല്ലെങ്കിൽ വാരിയൻസ് അനാലിസിസ് ഓഫ് വാരിയൻസ് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ കോസ്റ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് വാരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്. അത് 3 ടേം ഒന്ന് നോക്കി വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസും ലേബർ കോസ്റ്റ് വാരിയൻസും ഓവർഹെഡ് വാരിയൻസും. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, ഇതൊന്നും ടെക്സ്റ്റിലില്ല, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടേം അതിൽ ഉൾപ്പെടുത്തിയത്. ബേസിക് സ്റ്റാൻഡേർഡ്, കറണ്ട് സ്റ്റാൻഡേർഡ്, എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ്, നോർമൽ സ്റ്റാൻഡേർഡ്. എന്തായാലും ജസ്റ്റ് ഒന്ന്, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ ബഡ്ജറ്റ് കീ ഫാക്ടർ, ഇതും ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ്റെ മുഴുവൻ പ്രോസസ്സും ലിമിറ്റ് ചെയ്യുന്ന ഒരു പ്രധാന ഘടകത്തെയാണ് ബഡ്ജറ്റ് കീ ഫാക്ടർ എന്ന് പറയുന്നത്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ BBAക്കാണ് പഠിക്കാനുള്ളത്, BCOമിന് ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്കത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണ് 5th സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. ജസ്റ്റ് എന്തായാലും റിപ്പീറ്റ് ചെയ്താലോ അതൊന്ന് നോക്കി വെക്കുക. അതുപോലെ ഏതോ ഒരു വർഷം ബഡ്ജറ്റും ഫോർകാസ്റ്റും തമ്മിലുള്ള ഡിഫറൻസും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു 3 മാർക്ക് അതിന് 2 മാർക്ക് സെക്ഷനിലായിരുന്നു ചോദിച്ചത്. ബഡ്ജറ്റ് ഒരു സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഫോർകാസ്റ്റ് ഫ്ലെക്സിബിൾ ആണ്. ബഡ്ജറ്റ് ഒരു ഷോർട്ട് ടേം ആണ്, അതുപോലെ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ലോങ് ടേമിലേക്കായിരിക്കും. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് മാനേജ്മെൻ്റ് ആണ്, ഫോർകാസ്റ്റ് ഒരു എസ്റ്റിമേഷൻ ആണ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചുകൊണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. മുഴുവൻ മൊഡ്യൂളിൻ്റെയും ക്ലാസ്സും നോട്ട്സും നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആണ്. തിയറി നന്നായിട്ട് പഠിക്കുക.
നമ്മുടെ ചാനലിൽ അധികം പ്രോബ്ലംസ് ഇല്ല എങ്കിൽ പോലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കോ മറ്റ് ചാനലുകളോ റെഫർ ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് നന്നായിട്ട് പഠിക്കുക. നല്ലൊരു സ്കോർ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.